യുപിയിലെ കോൺഗ്രസിന് തിരിച്ചടിയായാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് ഏറെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടത്. അത് പാർട്ടിയിൽ തന്നെ വലിയ ചർച്ചയായി. പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ ചർച്ച. കോൺഗ്രസ് പാർട്ടി വിട്ടതിനു ശേഷം പ്രിയങ്ക നേരെ പോയത് എവിടേക്കാണ് എന്നതാണ്. കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി രാജിവെച്ച് നേരെ പോയത് ശിവസേനയിലാണ്. മുംബൈയിൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പാർട്ടി അംഗത്വം നൽകി അവരെ സ്വീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച പ്രിയങ്ക പാർട്ടിയിൽ നിന്ന് നേരിട്ടത് കടുത്ത അപമാനമാണെന്ന് പറയുകയും ചെയ്തു. രാജ്യപ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രിയങ്ക ചതുർവേദിയുടെ ശിവസേന പ്രവേശനം. സേനാ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അവർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. ഒരു സ്ത്രീ എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്ന് തനിക്ക് നേരിട്ടത് കടുത്ത അപമാനമായിരുന്നു. തനിക്കെതിരെ പ്രവർത്തിച്ചവരെയും അപമര്യാദയായി പെരുമാറിയ നേതാക്കളെയും കോൺഗ്രസ് സംരക്ഷിച്ചു. അത്യന്തം വേദനയോടെയാണ് പാർട്ടി വിടാൻ ഞാൻ തീരുമാനിച്ചത്. ആത്മാഭിമാനം പണയപ്പെടുത്താനാവില്ല. മധുരയില് സീറ്റ് കിട്ടാത്തതാണ് കാരണമെന്ന ആരോപണം ശരിയല്ല. പ്രിയങ്ക നിലപാട് വ്യക്തമാക്കുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ആദരിക്കുന്ന പാർട്ടിയാണ് ശിവസേനയെന്നും തനിക്ക് ഇടം നൽകിയ ഉദ്ധവ് താക്കറെയോട് നന്ദിയെന്നും പ്രിയങ്ക പറയുന്നു. പ്രിയങ്കയുടെ വരവ് ശിവസേനയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമെന്ന് ഉദ്ധവ് താക്കറെയും പറയുന്നു. അതേസമയം 2013 മുതൽ പാർട്ടി വക്താവായിരുന്ന പ്രിയങ്ക തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീ സുരക്ഷയുടെ പേരിൽ പുറത്തു പോകുന്നത് കോൺഗ്രസിന് ആഘാതമായി. സ്ത്രീ സുരക്ഷ സംരക്ഷിക്കപ്പെടുമെന്ന് 1000 വട്ടം ആവർത്തിക്കുന്ന കോൺഗ്രസിനാണ് ഇത്തരത്തിലൊരു മറുപടി പ്രിയങ്കയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടത്. തന്നോട് മോശമായി പെരുമാറിയ നേതാക്കളെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ പാർട്ടി വിട്ടതെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ശാക്തീകരണവും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ ചില അംഗങ്ങളുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നില്ലെന്ന് പ്രിയങ്ക രാജിക്കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. സത്യവാങ്മൂലങ്ങളിൽ വ്യത്യസ്ത വിദ്യാഭ്യാസ യോഗ്യതകൾ രേഖപ്പെടുത്തിയ സ്മൃതി ഇറാനിയെ പരിഹസിച്ച് പ്രിയങ്ക ചതുർവേദി പാരഡി തയ്യാറാക്കി പാടിയിരുന്നു. മോദിക്കും BJPക്കുമെതിരെ കനത്ത ആക്രമണം നടത്തുന്ന പ്രിയങ്ക ചതുർവേദിയാണ് പാർട്ടി വിടുന്നത്. ഏതാനും ദിവസം മുമ്പ് മധുരയിൽ ഒരു വാർത്താ സമ്മേളനത്തിനിടെ തന്നോട് അപമര്യാദയായി പെരുമാറിയവർക്കെതിരെ പ്രിയങ്ക പരാതിപ്പെട്ടിരുന്നു. ഇവരെ പരാതിയുടെ പുറത്ത് ആദ്യം പുറത്താക്കിയെങ്കിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ ഇടപെട്ട തിരിച്ചെടുക്കുകയായിരുന്നു. എന്തായാലും ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയെ വാനോളം പൊഴുത്തുന്ന കോൺഗ്രസിന് ഒരു സുരക്ഷയുമില്ലാതെ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും മാനിക്കാത്തത് കൊണ്ടാണ് താൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതെന്ന് പരസ്യമായി വ്യക്തമാക്കിയാണ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിടുന്നത്. അത് കോൺഗ്രസിനെ ചില്ലറ പ്രതിസന്ധിയിലൊന്നുമല്ല ആക്കിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യം പ്രിയങ്ക നേരെ പോയത് ശിവസേനയിൽ ചേരാനായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJPയെയും മോദിയെ സ്മൃതി ഇറാനിയും ഒക്കെ കടന്നാക്രമിച്ച പ്രിയങ്ക ചതുർവേദിയാണ് ഇപ്പോൾ ശിവസേനയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നത് തന്നെ കോൺഗ്രസിനെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.